നമസ്കാരം സുഹൃത്തുക്കളെ, നിങ്ങളെന്നത് ഒരാളല്ല, 2 പേരാണ്. അതാണ് നിങ്ങളെ നയിക്കുന്നത്. ഒരു ഉദാഹരണം പറയാം. നിങ്ങൾ തീരുമാനിക്കുന്നു നാളെ മുതൽ രാവിലെ എഴുന്നേറ്റ് വ്യായാമം ചെയ്യണം. നിങ്ങൾ കൃത്യം 5 മണിക്ക് അലാറം സെറ്റ് ചെയ്യുന്നു. 5 മണിക്ക് അലാറം അടിയുന്നു. നിങ്ങളിലെ ഒരാൾ എഴുന്നേൽക്കുന്നു. എന്നാൽ മറ്റേയാൾ പറയുന്നു, കിടന്നോളൂ, നല്ല തണുപ്പാണ്. സുഖമായി മൂടിപ്പുതച്ച് കിടന്നുറങ്ങുമ്പോൾ കിട്ടുന്ന സുഖം മറ്റൊന്നിനും കിട്ടില്ല എന്ന്. നിങ്ങൾ ഒരു പരീക്ഷ എഴുതാൻ തയ്യാറെടുക്കുന്നു. നിങ്ങൾ നന്നായി പഠിക്കുന്നു. എന്നാൽ നിങ്ങൾ പരീക്ഷയിൽ പരാജയപ്പെടുന്നു. ഇതിനൊക്കെ കാരണം എന്താണ്? ഇതിനുള്ള കാരണം അന്വേഷിച്ച് നിങ്ങൾ ദൂരെ എവിടെയും പോകണ്ട. വിശദമാക്കാം. ഇതിനൊക്കെ കാരണം നിങ്ങളുടെ ഉപബോധ മനസ്സിൽ എപ്പോഴൊക്കെയോ കടന്നുകൂടിയിട്ടുള്ള നിഷേധാത്മകമായ ചിന്തകൾ അല്ലെങ്കിൽ നെഗറ്റീവ് ചിന്തകളാണ്. നിങ്ങൾക്ക് നാളെ എഴുന്നേറ്റ് വ്യായാമം ചെയ്യണമെന്ന് നിങ്ങൾ പറഞ്ഞത് ബോധമനസ്സിലാണ്. അപ്പോൾ പോലും അതിനിടയിൽ എപ്പോഴൊക്കെയോ നിങ്ങൾ പല തവണ ചിന്തിച്ചിട്ടുണ്ടാകും, നല്ല തണുപ്പല്ലേ, എനിക്ക് എഴുന്നേൽക്കാൻ കഴിയുമോ, മൂടി പൊതിച്ച് കിടന്നുറങ്ങുന്നതല്ലേ സുഖമെന്ന്. ആ ഒരു സംശയം. ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങൾ പറയുന്നത് പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരണമെങ്കിൽ അതേത് കാര്യമായാലും നിങ്ങളുടെ ബോധ്യത്തോടെ ശക്തമായ നിർദ്ദേശം നിങ്ങളുടെ ഉപബോധ മനസ്സിന് കൊടുക്കണം. അല്ലാത്ത നിർദ്ദേശങ്ങൾ, പ്രത്യേകിച്ചും ഉള്ളിൽ സംശയം വെച്ചുള്ള നിർദ്ദേശങ്ങൾ ഒരിക്കലും ഉപബോധ മനസ്സ് ഏറ്റെടുക്കില്ല. അപ്പോൾ നിങ്ങൾ നേരത്തെ ചിന്തിച്ച തെറ്റായ ചിന്തയാണ് ഉപബോധ മനസ്സ് ഏറ്റെടുക്കുക. കാരണം തണുപ്പിന് നിങ്ങൾ പുതച്ചുറങ്ങുന്നത് നിങ്ങളുടെ മനസ്സിൽ ചിത്രരൂപത്തിൽ പലതവണ കണ്ടു കാണും. ഇതിനെയാണ് വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മൾ കൊടുക്കുന്ന നിർദ്ദേശത്തോടൊപ്പം തന്നെ വിഷ്വലൈസ് ചെയ്യുകയും ചെയ്താൽ നിങ്ങളുടെ ഉപബോധ മനസ്സ് അത് പെട്ടെന്ന് തന്നെ ഏറ്റെടുക്കും. നിങ്ങളുടെ ഉള്ളിൽ വന്ന ആ നിഷേധാത്മകമായ ചിന്തയോടൊപ്പം നിങ്ങൾ മൂടിപ്പുതച്ചുറങ്ങുന്നതും നിങ്ങൾ ചിത്രരൂപത്തിൽ കണ്ടതുകൊണ്ടാണ് ഇങ്ങനെയൊരു കാര്യം സംഭവിച്ചത്. ആദ്യം പറഞ്ഞ ഉദാഹരണം നമുക്ക് എടുക്കാം. നമ്മുടെ ഉപബോധ മനസ്സിൽ നിങ്ങൾ തീരുമാനിക്കുന്നു വ്യായാമം ചെയ്യണം, 5 മണിക്ക് എഴുന്നേൽക്കണമെന്ന്. ഒരു അലാറവും ഇല്ലാതെ നിങ്ങൾക്കിത് സാധ്യമാകും. രാത്രി കിടക്കുന്ന സമയം കുറച്ചു നേരം മനസ്സിനെ ശാന്തമായി നിർത്തുക. ശ്വാസത്തിൽ ശ്രദ്ധിക്കുക. പിന്നെ മനസ്സിൽ ഉറപ്പിച്ചു പറയുക, ഞാൻ നാളെ രാവിലെ 5 മണിക്ക് എഴുന്നേൽക്കും, വ്യായാമം ചെയ്യും. ഞാൻ നാളെ രാവിലെ 5 മണിക്ക് എഴുന്നേൽക്കും, വ്യായാമം ചെയ്യും. പല ആവർത്തി നിങ്ങൾ ഇത് മനസ്സിൽ പറയുക. അതിനോടൊപ്പം തന്നെ നിങ്ങൾ എഴുന്നേൽക്കുന്നതും സ്ട്രെച്ചിങ് ചെയ്യുന്നതും വ്യായാമം ചെയ്യുന്നതും ഓരോന്നായി മനസ്സിൽ ഒരു സിനിമ പോലെ കാണുക. ഈ കൃത്യതയാർന്ന വിഷ്വലൈസേഷൻ നിങ്ങളെ ഉപബോധ മനസ്സിൽ പതിയുകയും കൃത്യം 5 മണിക്ക് നിങ്ങൾക്ക് എഴുന്നേൽക്കാൻ കഴിയുകയും ചെയ്യും. ഇനി രണ്ടാമത്തെ ഉദാഹരണം എടുക്കാം. ആ വിദ്യാർത്ഥി പരീക്ഷയ്ക്ക് നന്നായി പഠിക്കുമ്പോൾ പോലും അവന് ഉള്ളിൽ തോറ്റുപോകുമോ എന്ന ഭയവും തോറ്റതായിട്ടുള്ള ഇമേജും അവന്റെ മനസ്സിൽ കണ്ടിരിക്കും. അല്ലാതെ അവൻ ഒരിക്കലും പരാജയപ്പെടില്ല. ഇനി ഇതിനും പരിഹാരമുണ്ട്. നന്നായി പഠിച്ച ആ വിദ്യാർത്ഥി എപ്പോഴും മനസ്സിൽ കാണണം, നന്നായി പരീക്ഷ എഴുതുന്നതും പഠിച്ച ചോദ്യങ്ങൾ തന്നെ ചോദിക്കുന്നതും ഉന്നത വിജയം നേടി എല്ലാവരും അവനെ അഭിനന്ദിക്കുന്നതും ഈ രീതിയിൽ മനസ്സിൽ കാണുക. ഇങ്ങനെ ചിന്തിച്ചാൽ അവന്റെ കാഴ്ചപ്പാടുകൾ മാറി അവന് ഉന്നത വിജയം നേടാനാകും. സുഹൃത്തുക്കളെ, ഏത് കാര്യവും ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. നമ്മൾ എന്ത് ചെയ്യുമ്പോഴും അതിൻ്റെ നെഗറ്റീവ്സ് കടന്നു വരും. എന്നാൽ നമ്മൾ ഉടനെ അതിനെ കുറിച്ച് ആലോചിച്ച് വിഷമിച്ചിരിക്കാതെ അതിൻ്റെ പോസിറ്റീവ് വശങ്ങൾ മനസ്സിൽ കണ്ട് അതേപോലത്തുള്ള പോസിറ്റീവ് നിർദ്ദേശങ്ങൾ ഉപബോധ മനസ്സിന് കൊടുക്കുകയും ആ കാര്യം വിഷ്വലൈസ് ചെയ്യുകയും ചെയ്താൽ നിങ്ങൾക്ക് ഉന്നത വിജയം നേടാം. ഈ വീഡിയോ ഇഷ്ടമായാൽ എൻ്റെ മനസ്സ് വളരെ ശക്തമാണ് എന്ന് കമൻറ്റ് ചെയ്യുക. താങ്ക് യു.